സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ സംസ്കരണം പുരോഗമിക്കുമ്പോഴും വലിച്ചെറിയൽ പ്രവണത തുടരുന്ന സാഹചര്യത്തിലാണ് വിപുലമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. 2026 മാർച്ചോടെ മാലിന്യ കൂലകളില്ലാത്ത കേരളമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പറയുന്നു. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വലിയ തോതിൽ പുരോഗമിക്കുമ്പോഴും വലിച്ചെറിയൽ പ്രവണത തുടരുന്ന സാഹചര്യത്തിലാണ് ഒരാഴ്ച നീണ്ട വലിച്ചെറിയൽ വിരുദ്ധവാരം ക്യാമ്പയിൻ സർക്കാർ സംഘടിപ്പിക്കുന്നത്. ഓരോ പ്രദേശത്തും ഒറ്റത്തവണ ശുചീകരണ പ്രവർത്തനമല്ലെന്നും സുസ്ഥിരമായ ശുചിത്വ പരിപാലനമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. 59 മാലിന്യക്കൂനകൾ, അതിൽ 24 എണ്ണം ഇല്ലാതായി, 10 എണ്ണം ഇപ്പോൾ ബയോറെമഡിയേഷൻ നടക്കുന്നു, ബാക്കി 25. അടുത്ത വർഷമാകുമ്പോഴേക്കും, ഈ മാർച്ച് 30-നാവില്ല, അടുത്ത വർഷമാകുമ്പോഴേക്കും മാലിന്യക്കൂനകളില്ലാത്ത, അടുത്ത പുതുവർഷമാകുമ്പോഴേക്കും നമുക്ക് കേരളം മാലിന്യക്കൂനകളില്ലാത്ത സംസ്ഥാനമാക്കിയിട്ട് മാറ്റാൻ കഴിയും. അതേസമയം റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള മോശം പ്രവണതകൾ തുടരുകയാണെന്നും ഇതിനെതിരെ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതാണ് ഞങ്ങൾ ആമേഴഞ്ചാൻ തോടിൻ്റെ സമയത്ത് ചൂണ്ടിക്കാണിച്ചത്. ഒരു പാഠവും റെയിൽവേ പഠിച്ചില്ല എന്നല്ലേ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഒരു പാഠവും പഠിച്ചില്ല. പക്ഷേ അവകാശപ്പെടുന്നത് എന്താ? എല്ലാ ക്രമീകരണവും ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. ഇതുപോലൊരു പ്രശ്നം വന്നു. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട്, കോർപ്പറേഷൻ്റെ തന്നെ അധീനതയുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഏതാനും ഒരു മാസം മുമ്പ് മറ്റോ റെയിൽവേയുടെ മാലിന്യം തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതിൽ റെയിൽവേ ആണോ എന്നൊന്നും നോക്കില്ല. നിയമം റെയിൽവേക്കും ബാധകമാണ്, സാധാരണ പൗരന്മാർക്കും ബാധകമാണ്. നിയമാനുസൃതമുള്ള ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. നിയമലംഘകർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ടീം വഴിയുള്ള നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കും. 2026 മാർച്ചോടെ കേരളം മാലിന്യക്കൂനകളില്ലാത്ത സംസ്ഥാനമായി മാറ്റും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.